ഇന്ന് റമദാന്റെ 29-ാം രാത്രി. ഇത് അവസാന നോമ്പായിരിക്കാം, അല്ലെങ്കിൽ നാളെ ഒരു നോമ്പ് കൂടി ഉണ്ടാകാം. ഒരു മാസം ദുആകളും സഹനവും ക്ഷമയും നിറഞ്ഞ ദിനങ്ങൾ അതിങ്ങനെ അവസാനിക്കുകയാണ്. ഇന്ന് നമുക്കൊരു അവസരം കൂടിയുണ്ട്, നമ്മുടെ പിഴവുകൾക്കായി മാപ്പ് ചോദിക്കാൻ, ഹൃദയം തുറന്ന് ദുആ ചെയ്യാൻ. ഈ റമദാന്റെ അവസാന നിമിഷങ്ങൾ നമ്മൾ വെറുതെ കളയരുത്. ഇന്ന് രാത്രി അള്ളാഹുവിലേക്ക് ഒരു പടി കൂടി അടുക്കാം. കഴിഞ്ഞു പോയ ദിവസങ്ങൾ തിരിച്ചു വരില്ല. പോയ റമദാനുകൾ പോലെ ഇതും നമ്മെ വിട്ടുപോവുകയാണ്. ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കൂ, ഈ റമദാൻ നമുക്ക് അവസാനത്തേതായിരുന്നെങ്കിൽ ഞാൻ ചെയ്ത പിഴവുകൾ, ഞാൻ പറഞ്ഞ വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഞാൻ മറന്നുപോയ നന്മകൾ എല്ലാം മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഇനിയും സമയമുണ്ട്. ഒരു സത്യമായ കണ്ണീർ, ഒരു ഹൃദയം നിറഞ്ഞ ദുആ. അല്ലാഹുവേ, ഞാൻ തെറ്റുകൾ ചെയ്തു, നീ അറിയുന്നു. എന്നോട് മാപ്പാക്കണമേ. എൻ്റെ ഹൃദയം ശുദ്ധമാക്കണമേ. എന്നെ നിന്റെ വഴിയിൽ നിർത്തണമേ. എൻ്റെ കുടുംബത്തെയും ലോകത്തെയും സമാധാനത്തിൽ കാത്തു സൂക്ഷിക്കണമേ. ഈ ഒരു ദുആ നിന്റെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒന്നാകാം. റമദാൻ നമ്മെ വിട്ടു പോകുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കി: നമ്മൾ അള്ളാഹുവിനോട് അടുത്തോ, അല്ലെങ്കിൽ പഴയ പോലെ തന്നെയാണോ? നാളെ പെരുന്നാളാകാം, പക്ഷേ ഇന്ന് രാത്രി നഷ്ടപ്പെട്ടാൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ ഹൃദയം തുറക്കൂ, നിന്റെ റബ്ബിനോട് സംസാരിക്കൂ. കാരണം ഈ ഒരു രാത്രി നിന്റെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. റമദാന്റെ ആദ്യ ദിവസം നമുക്ക് ഓർമ്മയുണ്ടോ? ആവേശം, നീയത്ത്, മാറ്റം വരുത്താമെന്ന തീരുമാനങ്ങൾ. പക്ഷേ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ മാറിയിട്ടുണ്ടോ? നാളെ മുതലും നമ്മൾ മാറാൻ തയ്യാറാണോ? ഒരു നിമിഷം നമ്മൾ നമ്മളോട് സത്യമായി ചോദിക്കാം: ഞാൻ ശരിക്കും മാറിയോ? കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചിലർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അവർക്ക് ഇനി ഒരു അവസരമില്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴുമുണ്ട്. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കൂ. പഴയ ജീവിതം മതിയെന്ന്, ഒരു നല്ല മനുഷ്യനായി മാറിയെന്ന്. നാളെ പെരുന്നാളാകാം, പക്ഷേ യഥാർത്ഥ സന്തോഷം അള്ളാഹു നമ്മെ മാപ്പാക്കിയാൽ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി നഷ്ടപ്പെടുത്തരുത്, കാരണം ഈ രാത്രി നിന്റെ ജീവിതം തന്നെ മാറ്റാം. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പുകളും നമസ്കാരങ്ങളും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീ മാപ്പാക്കണമേ. ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും നീ അംഗീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും ലോകത്തിനും സമാധാനം നൽകണമേ. യാ അല്ലാ, ഈ റമദാൻ ഞങ്ങളുടെ അവസാനത്തേതാക്കല്ലേ. അള്ളാഹുവെ, ഈ റമദാൻ ഞങ്ങൾക്ക് വേണ്ടി സാക്ഷിയാകണമേ. ഞങ്ങളെ മാപ്പാക്കിയവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ വീണ്ടും റമദാൻ കാണാൻ കഴിയുന്നവരാക്കണമേ. കാരണം പെരുന്നാൾ സന്തോഷം ഒരു ദിവസം മാത്രം, പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള കരുണ, അതൊരു ജീവിതകാല സമാധാനമാണ്. അതുകൊണ്ട് ഈ രാത്രി നഷ്ടപ്പെടുത്തരുത്. ഇന്ന് നിന്റെ ഹൃദയം തുറന്ന് നിന്റെ റബ്ബിനോട് സംസാരിക്കൂ. കാരണം നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾക്കറിയില്ല. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാമെന്നത് നമ്മുടെ കൈകളിലാണ്. നാളെ പെരുന്നാളാകാം, നമ്മൾ പുതിയ വസ്ത്രം ധരിക്കും, സന്തോഷത്തോടെ ഒരുമിച്ച് ചേരും. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, അള്ളാഹു നമ്മുടെ നോമ്പുകളും ദുആകളും സ്വീകരിച്ചോ? അതാണല്ലോ യഥാർത്ഥ പെരുന്നാൾ. ഇന്ന് രാത്രി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി. നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം ഒരു ദുആ കൊണ്ട് പൂർത്തിയാക്കാം. ഇന്ന് നീ ചെയ്യുന്ന ഒരു സത്യമായ ദുആ നാളെ നിന്റെ മുഴുവൻ ജീവിതം മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വെറുതെ പോകാൻ അനുവദിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.